എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. പഴയന്നൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അഴിമതിക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് അംഗങ്ങളായ P. കൃഷ്ണകുമാർ, സഞ്ജിത്ത് തങ്കപ്പൻ, M. മനോജ് എന്നിവരാണ് ഏകദിന ഉപവാസം അനുഷ്ഠിച്ചത്. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു സമരം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട ഒരു ആവശ്യകത എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ആമുഖ പ്രഭാഷണത്തിൽ മെമ്പർ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പദ്ധതി. കഴിഞ്ഞ തവണ മാത്രം റൂറൽ മേഖലയിലേക്ക് 7,914 കോടിയാണ് ഈ ഒരു ഇനത്തിൽ ഗ്രാമീണ മേഖലയ്ക്ക് മാത്രമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നഗരങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിനിയോഗത്തിനായിട്ടുള്ള പദ്ധതികൾ കൂടാതെ ഇത്തരത്തിലുള്ള തുകകൾ കൂടി സംസ്ഥാന സർക്കാരുകളിലേക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ആസ്തി വികസന ഫണ്ടുകൾ കൂടാതെ സ്വച്ഛ് ഭാരത് മിഷനിലൂടെ കൊടുക്കുന്ന ഫണ്ടുകളും ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെ കൈകളിൽ നിന്നും റൂറൽ മേഖലയിൽ 50 ആണെങ്കിൽ അത് നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ 200-ഉം 300-ഉമായിട്ട് മാറിയിട്ടും യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു സ്വച്ഛത അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടുള്ള ക്ലീനായിട്ടുള്ള ഒരു നഗരത്തെയും ഒരു ഗ്രാമത്തെയും. നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK മണി, K. ബാലകൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം AS ശശി, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് വെന്നൂർ, വിലാസിനി ഗംഗാധരൻ, കനകം ഉണ്ണികൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി നന്ദനൻ, ഏരിയ പ്രസിഡന്റുമാരായ PC മനോജ്, AC അഖിൽ, സന്ദീപ്, OP ഉണ്ണികൃഷ്ണൻ, രാജീവ് കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്തുതന്നെയായാലും പഴയന്നൂർ പഞ്ചായത്തിലെ കോടത്തൂർ നിവാസികളെ ദുരിതത്തിലാക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും പഴയന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുന്നിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മെമ്പർമാർ ഇന്ന് ഈ സത്യാഗ്രഹ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, LDF എന്ന് പറയാൻ പറ്റില്ല, CPM ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തിൽ ഗ്രീൻ പഴയന്നൂർ എന്ന് പറഞ്ഞ് കോടത്തൂര് മാലിന്യ പ്ലാന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലീന് പോയിട്ട് അവിടേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. അവിടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ അവിടെ പോവുകയുണ്ടായി. അവിടുത്തെ അവസ്ഥ കണ്ട് ഞങ്ങളത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഈ മുഴുവൻ ജനങ്ങളെയും അറിയിക്കുന്നതിനു വേണ്ടി ഞങ്ങളെടുത്ത പ്രയത്നം, ആ പ്രയത്നത്തിന്റെ ഭാഗമായി മിനിഞ്ഞാന്ന് നമ്മളുടെ BJPയുടെ നേതാക്കന്മാർ പഴയന്നൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയുമായും മറ്റുദ്യോഗസ്ഥരുമായും എല്ലാ കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അവർ വളരെ പുച്ഛത്തോടുകൂടിയാണ് ആ സമീപനം കൈക്കൊണ്ടിട്ടുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ. പുതുമയുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു അധ്യയന വർഷം കൂടി വന്നെത്തി. എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. 30 മുതൽ 50% വരെ ഓഫറുമായി പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.